കേരള സർവകലാശാലയിൽ വി.സി. ഡോക്ടർ സിസ തോമസിന്റെ റിപ്പോർട്ടിന്മേൽ ചാൻസലർ കൂടിയായ ഗവർണർ ഇന്ന് തുടർ നടപടി സ്വീകരിക്കും. രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ വി.സിയോട് ഹൈക്കോടതിയെ സമീപിക്കുവാൻ നിർദ്ദേശം നൽകിയേക്കും. നേരിട്ട് സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കുവാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് നിയമോപദേശം. വേണ്ടിവന്നാൽ ഗവർണറും ഹർജിയിൽ കക്ഷി ചേരുവാനും ആലോചന. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ഷീജ ചേരുകയാണ്. ഷീജ, ഇപ്പോൾ ഈ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് ഗവർണർ വി.സിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നിയമോപദേശം തേടുകയും ഈ ഹർജിയിൽ പങ്കുചേരുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി, കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഹർജിയൊന്നും തന്നെ നൽകിയിട്ടില്ല. ഇതെല്ലാം ആലോചനകൾ മാത്രമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കേരള സർവകലാശാലയുടെ നിലവിലുള്ള ചുമതലക്കാരിയായിട്ടുള്ള വി.സി. ഡോക്ടർ സിസ തോമസിനോട് സിൻഡിക്കേറ്റ് യോഗത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞുകൊണ്ട് റിപ്പോർട്ട് തേടിയത്. ഈ റിപ്പോർട്ടിൽ നൽകിയതിലാണ് സിസ തോമസ് വ്യക്തമാക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് രജിസ്ട്രാർ KS അനിൽകുമാറിനെ തിരികെ രജിസ്ട്രാറായി ചുമതലയേൽക്കാൻ അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സിൻഡിക്കേറ്റിന്റെ നടപടികൾ നിയമവിരുദ്ധമായതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് പിരിച്ചുവിടണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും വി.സി. നൽകിയിരിക്കുന്നതിൽ പ്രധാനമായും പറയുന്നത്. പക്ഷേ ആ രീതിയിലുള്ള നടപടിയിലേക്ക് ചാൻസലർക്ക് ഉടനടി തന്നെ കടക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല. രണ്ട് സാധ്യതകളാണ് ഗവർണർക്ക് മുന്നിലുള്ളത്. അതിൽ അദ്ദേഹം നിയമോപദേശം ഇതിനകം തന്നെ തേടിയിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഈ കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി.സിയെ ചുമതലപ്പെടുത്തുക, അത് നേരെ നിയമ നടപടിയിലേക്ക് പോകുക, വി.സി. കോടതിയെ സമീപിക്കുന്ന തരത്തിലേക്കുള്ളൊരു നീക്കം, അത് ഒന്നുകിൽ അത്തരത്തിലുള്ളൊരു നീക്കം രാജ്ഭവനിൽ നിന്നും ചാൻസലറുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് സിൻഡിക്കേറ്റിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ തന്നെ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടികൾ. പക്ഷേ അതും ആ രീതിയിൽ ഒറ്റയടിക്ക് സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടുന്ന ഒരു നടപടിയിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സർവകലാശാലയുടെ ചട്ടപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സർവകലാശാലയിൽ സിൻഡിക്കേറ്റിന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഉടനടി പിരിച്ചുവിടുന്ന അത്തരത്തിലുള്ളൊരു കടുത്ത നടപടിയിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയും കുറവാണ്. പക്ഷേ ഇതിന്റെ പലതരത്തിലുള്ള നിയമവശങ്ങൾ നിലവിലിപ്പോൾ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിയമോപദേശം തേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതായാലും ചാൻസലർ ഈ രജിസ്ട്രാറുടെ നിയമനം, രജിസ്ട്രാർ വീണ്ടും ചുമതല ഏറ്റെടുത്തത് അത് നേരിട്ട് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് നിയമപരമായ രീതിയിൽ ശരിയാകില്ല എന്നുള്ളൊരു നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏതായാലും ഇതിൽ തുടർന്ന് ഏത് തരത്തിലുള്ള നീക്കമാകും ചാൻസലറുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് സിൻഡിക്കേറ്റ് അടക്കം ഉറ്റുനോക്കുന്നത്. കാരണം സിൻഡിക്കേറ്റ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടിൻ്റെയും ചട്ടങ്ങളുടെയും പ്രകാരം മാത്രമാണ് സിൻഡിക്കേറ്റ് പ്രത്യേകമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർക്കോ ചാൻസലർക്കോ ഇതിന്മേൽ തെറ്റായ രീതിയിലുള്ളൊരു നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അതിനെ കൃത്യമായ രീതിയിൽ നേരിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം സിൻഡിക്കേറ്റും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ സിസ തോമസ് താൽക്കാലികമായി കേരള സർവകലാശാലയുടെ ചുമതലയിലേക്ക് വന്നതാണ്. ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അദ്ദേഹം നാളെ മുതൽ തിരികെ വി.സിയുടെ ചുമതലയിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്ന് സിസ തോമസിന്റെ അവസാന ദിനം കൂടിയാണ് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് തരത്തിലുള്ള നടപടികൾ, നീക്കങ്ങൾ രാജ്ഭവനിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനമാക്കി തന്നെയായിരിക്കും തുടർന്നുള്ള നടപടികളും ഉണ്ടാവുക. ഏതായാലും വി.സിയുടെ നടപടിക്കെതിരായിട്ടുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമാക്കാനായി SFI തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ കേരള സർവകലാശാലയിലേക്ക് SFIയുടെ പ്രതിഷേധ പ്രകടനവും രാവിലെ 11 മണിയോടുകൂടി നടക്കുന്നതായിരിക്കും. സിന്ധൂരി.